ഇന്നലത്തെ എപ്പിസോഡൊക്കെ കണ്ടില്ല, ത്രില്ലിംഗ് എപ്പിസോഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ്, രാവിലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരം വൈകിട്ടാണ്. കാരണം ഇന്നലെ നേരം വൈകിയാണ് കിടന്നത്. കാരണം ഇവിടെ കണ്ടില്ലേ, ക്യാമ്പ് ഫയറും നമ്മുടെ ബാർബിക്യും എല്ലാം കഴിഞ്ഞിട്ടാണ് കിടന്നത്. അപ്പം ഇന്ന് രാവിലെ ഞങ്ങള് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടാണ് പ്ലാൻ ചെയ്തത് കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് പോയാലോ എന്ന്. ഇവിടെ തന്നെ ഈ കാന്തല്ലൂർ ഏരിയയിൽ തന്നെ ഉള്ളത്, അല്ലെങ്കിൽ മൂന്നാറിലേക്ക് പോകുന്ന ഏരിയയിലേക്കുള്ള കുറച്ച് സ്ഥലങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. സോസേജ് ഉണ്ട്, ചിക്കൻ സോസേജ് ആണ്. പിന്നെ ഈ ചിക്കൻ ഇന്നലെ ഞങ്ങള് ബാലൻസ് വന്ന ചിക്കൻ എടുത്തിട്ട് ഫ്രൈ ചെയ്തു കേട്ടോ ഇന്ന്. പിന്നെ ഫ്രൈഡ് റൈസ്, സത്യത്തിൽ ഇന്നലത്തെ ഉച്ചക്കലത്തെ ഫ്രൈഡ് റൈസ് ആണ്, അത് ഞങ്ങൾ ചൂടാക്കി ഉപയോഗിക്കുന്നു. പിന്നെ കോഫി ഉണ്ട്. പിന്നെ അച്ഛന് വേണ്ടി ഗോബി മഞ്ചൂരി ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളെല്ലാരും ഇരുന്നിട്ട് ഇന്ന് അകത്തിരുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ബീഫ് കുറച്ച് ബീഫ് ഇരിപ്പുണ്ട്, അതും കൂടി. അപ്പൊ എല്ലാരും ഇരുന്നിട്ട് അകത്തിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പം ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലേ? സ്വാഗതം. ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യുമ്പോഴേ ഇതിന്റെ താഴെയില്ലേ, അതായത് ഞങ്ങൾ ഇവിടെയാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വെയിറ്റ് ചെയ്യുമ്പം ഇതിന്റെ താഴെ ഇഞ്ചപ്പുല്ല് ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞാൽ, ഇഞ്ചപ്പുല്ല് തൈലൂല്ലേ, അതായത് നമ്മുടെ ലെമൺ ഗ്രാസ് ഓയില് അത് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് വരാം. സത്യത്തിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് വന്നു. അപ്പൊ ഇതിന്റെ മോഡില്ലേ, ക്യാമറയുടെ മോഡ്, നമ്മളെ ക്യാമറയുടെ പ്രവർത്തനങ്ങൾ പഠിച്ചോണ്ട് വരുന്നുള്ളൂ. അപ്പൊ ഈ ക്യാമറയുടെ മോഡ് ഫോട്ടോ മോഡായി പോയായിരുന്നു. അപ്പൊ മൊത്തം ഫോട്ടോ ആണ് എനിക്ക് കിട്ടിയത്. സത്യത്തിൽ വീഡിയോ ഒന്നും കിട്ടിയില്ല. നല്ല കിടുക്കാഴ്ചയായിട്ട് ഞാൻ എടുത്തതൊന്നും കിട്ടിയില്ല, എല്ലാം ഫോട്ടോ ആയിട്ടാണ് കിട്ടിയത്. അപ്പൊ ഞങ്ങൾ വീണ്ടും പോയിട്ട് എടുക്കാന്ന് വിചാരിച്ചു. ഇതേ പൊന്നു വീണ്ടും നടന്നുകൊണ്ടിരിക്കുവാണ്. രണ്ട് സൈഡിൽ നിങ്ങൾക്ക് കാണാം ലെമൺ ഗ്രാസ് ഉണ്ടായി നിൽക്കുന്നത്, അതായത് നമ്മുടെ ഇഞ്ചപ്പുല്ലില്ലേ അത് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇന്നലെ നമ്മുടെ വീഡിയോ കണ്ടുനോക്കുന്നവർക്ക് അറിയാം, നമ്മൾ വ്യൂ പോയിന്റിൽ പോയപ്പം രണ്ട് സൈഡും നല്ല കിഡിലൻ ഇഞ്ചപ്പുല്ല് ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഇഞ്ചപ്പുല്ലിന്റെ നടുക്ക് കൂടെയാണ് നമ്മൾ നടന്നു പോയത്. ആ ഇഞ്ചപ്പുല്ലെല്ലാം കൊയ്ത്ത് കഴിഞ്ഞിരുന്നു എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കൊയ്ത്ത് കഴിഞ്ഞ് ഉണക്കിയെടുത്ത ഇഞ്ചപ്പുല്ല് ഇവര് ഇന്ന് തൈലുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതായത് നമ്മളിതേ താമസിക്കുന്നത് ഇതിന്റെ മുകളിലാണ്. ഇതിന്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബിൽഡിംഗ് കാണത്തില്ലായിരുന്നു. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാലം കാണുന്നില്ലേ, ഈ പാലത്തിന്റെ അടിക്കോടെയാണ് നമ്മൾ ഇന്നലെ റിവർ ക്രോസ് ചെയ്തിട്ട് ജീപ്പിന് വന്നത്. അത് വീഡിയോ കണ്ടാക്കുന്നവർക്കറിയാം. ഞാൻ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണണം. നല്ല അണപ്പിട്ടാ മല, 2 പ്രാവശ്യമായി കയറി ഇറങ്ങുകയും ചെയ്യുന്നു. അപ്പൊ ആ പാലത്തിന്റെ മുകളിൽ നിന്നിട്ടാണ് ഞങ്ങള് ഫോട്ടോ ഒക്കെ എടുത്തിരുന്നത് ഇന്നലെ. ഇപ്പൊ ഇതാണ് നമ്മുടെ ബിൽഡിങ്. ഇത് ഇഞ്ചപ്പുല്ല് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല കിടിലം മണം ലെമൺ ഗ്രാസിന്റെ. പൊന്നു ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ചെറിയൊരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ വിറകെല്ലാം കൂട്ടി വെച്ച് പുക നന്നായിട്ട് വരുന്നുണ്ട്, കാണാലോ. കേറി വരുമ്പോ തന്നെ ലെമൺ ഗ്രാസ്, നല്ല ഡ്രൈ ലെമൺ ഗ്രാസ് ഇവിടെ കിടക്കുന്നുണ്ട്. ലെമൺ ഗ്രാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചപ്പുല്ല് കേട്ടോ. ഇവിടെ അവര് ചായയൊക്കെ ഉണ്ടാക്കുന്ന ചെറിയൊരു കിച്ചൺ. അപ്പൊ ഈ ചേട്ടന്റെ പേര് നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ അല്ലേ? മണികണ്ഠൻ ചേട്ടൻ ഇവിടെ തന്നെയല്ലേ താമസിക്കുന്നത്? ഇവിടെ അടുത്ത് തന്നെയല്ലേ? അതെ, മണികണ്ഠൻ ചേട്ടനാണ് ഇതിന്റെ എല്ലാം നോക്കി നടത്തുന്നതും ഇതിന്റെ ആള് കേട്ടോ. ഇതിന്റെ ഉള്ളിലാണ് തീ ഇടുന്നത്. ഈ സാധനത്തിന്റെ ഉള്ളിലാണ് ശരിക്കും ഈ ലെമൺ ഗ്രാസ് ഓയിൽ ഉണ്ടാക്കുന്നത്. ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മണികണ്ഠൻ ചേട്ടൻ ഒന്ന് പറയോ, ഇതെങ്ങനെയാണ്? ഇതിന്റെ ഉള്ളിൽ തീയിടും. അപ്പൊ ഇതില് വെള്ളം ഒഴിച്ചിട്ട് ഈ ഇഞ്ചപ്പുല്ലിടും. ഓക്കെ. അപ്പൊ ഈ വെള്ളം നിറഞ്ഞു പോണ്ടല്ലോ, കുഴപ്പമില്ലല്ലേ? ഇതാണ് തൈലം. ഓ ചേട്ടൻ അത് തുറന്നപ്പല്ലേ മണം ഉണ്ടല്ലോ, സ്മെല്ല് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അടിപൊളി സ്മെല്ല് അല്ലേ? നല്ല സ്മെല്ല് ഇട്ടല്ലേ? അതെ. അപ്പൊ ഈ വെള്ളം ജസ്റ്റ് ഫിൽട്ടർ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലേ? ഇത് നമ്മുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമല്ലേ? മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം. ഇത് നല്ല തണുപ്പുള്ള വെള്ളം കേട്ടോ. അപ്പം ഇതിന്റെ ഉള്ളിലാണ് ഫിൽട്ടർ ആകുന്നത്. അതായത് ഇത് കണ്ടോ, ഇതിന്റെ ഉള്ളില് വെച്ചിട്ട് വിറക് കത്തിക്കുമ്പോൾ ഈ ലെമൺ ഗ്രാസ് ഇവിടെ കണ്ടോ, ഈ ഡ്രൈ ലെമൺ ഗ്രാസ് ഇതിൽ ഫില്ല് ചെയ്തോണ്ടിരിക്കും. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, ഇതിന്റെ ഉള്ളിൽ വെള്ളമുണ്ട് അല്ലെ? വെള്ളത്തിലിട്ട് നമ്മൾ വേവിക്കുന്നതിന്റെ ആവി ഈ കൂടെ പോയി ഇതിലേ ഇറങ്ങി ആ വെള്ളത്തില്, ഇതിന്റെ ഉള്ളിൽ ഫുള്ള് വെള്ളമാണ്, തണുത്ത പൈപ്പ് വെള്ളം അല്ലേ? ആ വെള്ളത്തിന്റെ ഉള്ളിൽ ചെന്നിട്ട് ഇത് ഫിൽട്ടർ ആയിട്ട് നേരെ അതിന്റെ ഉള്ളിൽ ചെന്ന് ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ ലെമൺ ഗ്രാസ് ഓയിൽ കിടക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഇരിക്കുന്ന ലൊക്കേഷൻ നോക്കിയാൽ നിങ്ങള്, എന്താ ലൊക്കേഷൻ അല്ലേ?
താഴെ വാട്ടർഫോൾസ്, നല്ല അടിപൊളി ഫോറസ്റ്റ്. അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഫുള്ള് ഫോറസ്റ്റ് ഇട്ടാ. അടിപൊളിയല്ലേ, എന്താ വൈബല്ലേ, കിടുക്കാച്ചി വൈബല്ലേ. ഈ വൈബിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയത്തുള്ളൂ നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ വൈബെന്ന്. നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചാൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോരെ, ഒന്നും നോക്കണ്ട, കണ്ണ് അടച്ചു പോരെ. ഇവിടെ മണികണ്ഠൻ ചേട്ടനൊക്കെ എല്ലാം ഹെൽപ്പ് ചെയ്യൂ കേട്ടോ, അല്ലേ. കുറച്ച് ഓയിൽ മേടിച്ചിട്ടുണ്ട്, അതായത് ലെമൺ ഗ്രാസിന്റെ ഓയിൽ. ആ ഓയിൽ മേടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സാധാരണ ഇവരാർക്കും കൊടുക്കത്തില്ല കേട്ടോ. നിങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആരും അങ്ങനെ വന്ന് ചോദിച്ചാൽ കൊടുക്കത്തില്ല. കാരണം ഇവർ എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഇവിടെ ഇവരുടെ ഏജന്റുമാർ വന്ന് എടുത്തിട്ട് പോകും, അങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. ഞങ്ങൾക്ക് കിട്ടിയ സാധനം എന്തേ, ഇതാണ് സാധനം. അല്ലടാ പിന്നെ എങ്ങനെയുണ്ട് മണം? നമ്മളെന്താ ചെയ്യാൻ പോകണം ഇതുകൊണ്ട്? വീട്ടിൽ കൊണ്ട് യൂസ് ചെയ്യും. വീട്ടിൽ കൊണ്ട് ഇതിന്റെ അടപ്പൻ മൂടി വെച്ചേക്കുവാണ്, എന്നാലും ഇതിന്റെ മണം ഉണ്ടല്ലോ, ഫ്രഷ് മണമല്ലേ, ഫ്രഷ് മണം. അതാണ്. പൊന്നു പോകല്ലേടാ, വണ്ടി പോരല്ലേ? വണ്ടി വരും. അതിന് മുമ്പ് 2 പ്രാവശ്യമായിട്ട് ഈ മല കയറി ഇറങ്ങുന്നത്. ടയേർഡായി പോയി. ടയേർഡ് എന്ന് പറഞ്ഞാൽ വേർത്ത്, പക്ഷെ നല്ല തണുപ്പുണ്ട്. എന്നാലും 2 പ്രാവശ്യം കയറി ഇറങ്ങുന്നതിന്റെ വേർപാട്ടോ അത്. അപ്പൊ ഞങ്ങൾ പോകുന്നു. മണികണ്ഠൻ ചേട്ടൻ്റെ അടുത്ത് പറയാം, മണികണ്ഠൻ ചേട്ടാ ഞങ്ങൾ പോവാട്ടോ. ശരി കേട്ടോ, താങ്ക്സ്, ഒത്തിരി താങ്ക്സ് കേട്ടോ. ഓക്കെ, അപ്പൊ മണികണ്ഠൻ ചേട്ടൻ്റെ അടുത്ത് നിന്ന് യാത്ര പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുവാണ്. ഇനിയിപ്പോ ഈ മലയെല്ലാം കയറണം വീണ്ടും. കണ്ട അമ്മേ, വണ്ടി വന്നുകൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞാൽ വരുവാണെങ്കിൽ, ഇപ്പോൾ വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കയറി പോവായിരുന്നു. നമ്മളെ മല കയറാൻ നിന്നപ്പോഴേ വേറെ അതിശയം എന്താണെന്ന് അറിയോ, നമ്മുടെ ജീപ്പെത്തി. അപ്പോൾ ഞങ്ങൾ മലയുടെ മുകളിൽ വീട്ടിൽ ഇറക്കി വന്നു. അതെന്തായാലും കലക്കി. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ കൂടെ തന്നെ, മണിച്ചേട്ടൻ്റെ കൂടെ, മണിച്ചേട്ടനാട്ടോ ജീപ്പ് അടിച്ചു വരുന്നത്. ഇന്നലെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നല്ലോ അല്ലേ. അപ്പോൾ മണിച്ചേട്ടൻ്റെ ജീപ്പിൽ തന്നെ നമുക്ക് പോവാം. നമ്മള് സത്യത്തിൽ അങ്ങോട്ട് നടന്നു പോകണമായിരുന്നു. അപ്പോഴാണ് മണിച്ചേട്ടൻ വന്നത്. വേണ്ട, മണിച്ചേട്ടൻ ഫുൾ പവറായിട്ടിരിക്കുന്നുണ്ട് രാവിലെ തന്നെ, അല്ലേ മണിച്ചേട്ടാ? അപ്പോൾ മണിച്ചേട്ടൻ ഞങ്ങളോട് കേൾക്കോളം പറഞ്ഞു ജീപ്പില്. അപ്പോൾ നമുക്ക് മല അത്രയും കയറേണ്ടൊന്നുമില്ലല്ലോ. നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിത് പാക്ക് ചെയ്ത് നമുക്കിനി ജീപ്പിലേക്ക് കയറ്റാം. ജീപ്പിൽ അതേ മണിച്ചേട്ടൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തിരിച്ചു പോകാൻ വേണ്ടി നമ്മളെല്ലാം വണ്ടിയിൽ കയറിയിട്ടോ. അതേ വാമിക്കുട്ടിയാണ് ഫസ്റ്റ് തന്നെ കയറാൻ വേണ്ടി ധൃതി പിടിച്ചത്. അപ്പോൾ ഞാനും വണ്ടിയിൽ കയറാൻ പോകുന്നു. മണിച്ചേട്ടൻ ഇപ്പോൾ വണ്ടി എടുക്കും, ഞാനും വീണ്ടും ഫ്രണ്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രീ ഹൗസിനോടും ഈ ഒരു ബംഗ്ലാവിനോടും ഇവിടെ പറഞ്ഞ് നമ്മളിത് ഇറങ്ങുവാണ്. മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. തിരിച്ച് വീട്ടിലേക്കുള്ള യാത്ര കേട്ടോ. ഇന്നലെ ഇത് നമ്മൾ മല കയറുമല്ലേ, ഇതിപ്പോൾ ഇറങ്ങുമ്പോൾ വ്യൂ വേറെ കേട്ടോ. ഇത് നമ്മുടെ ഫുൾ ടീം ഇവിടെ വാമീന്റെ ചെവിയൊക്കെ പിടിച്ച് പൊത്തിച്ചിരിക്കുന്നുണ്ട്. ഇന്ന് വലിയ പേടിയില്ലല്ലേ? ഇറങ്ങുമ്പോ അറിയാതെ. സേഫായിട്ട് തിരിച്ച് മണിച്ചേട്ടൻ ഇവിടെ തന്നെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ ഇറക്കി അമ്മേനെയും ഇറക്കണം, പിന്നെ വാമീനെയും മീനുവിനെയും ഇറക്കിയിട്ട് സാധനങ്ങളെല്ലാം നമുക്ക് വണ്ടി തിരിച്ച് കയറ്റി. ഇതാണ് 5 വീട് ടെമ്പിള്. അപ്പോൾ നമ്മളെ കൊണ്ടുവന്നാക്കി മണിച്ചേട്ടൻ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. മണിച്ചേട്ടൻ ഹായ് പറഞ്ഞ കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ പോവാട്ടോ. ഈ ചേട്ടനും ഇവിടെ വണ്ടിയൊക്കെ നോക്കി ഈ ചേട്ടൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങ് ദൂരെ മുകളിൽ ആ കോടയൊക്കെ വന്ന് നിൽക്കുന്നുണ്ടോ നിങ്ങൾ? ആ കോടയുടെയൊക്കെ അടിയിൽ കുറച്ച് വീടുകൾ നമുക്ക് കാണാൻ പറ്റും. വെള്ള കളറിൽ ചെറുതായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പം ഇവിടുത്തെ മണിച്ചേട്ടൻ പറഞ്ഞത് അത് ട്രൈബൽ ഏരിയാസ് ആണ്, അവിടെ നമുക്ക് പെർമിഷൻ ഇല്ല. പിന്നെ അതിന്റെ താഴേക്ക് കാണുന്നില്ലേ ആ ഏരിയകൾ, അവിടെയൊക്കെ സ്റ്റേ ഉണ്ട്, ടെന്റൊക്കെ. നമ്മൾ താമസിച്ചത് ആ ഭാഗത്തായിട്ട് വരും. അവിടെ ആ വ്യൂ പോയിന്റ് കണ്ടോ, അതിന്റെ അവിടെയായിട്ടായിരിക്കും നമ്മൾ താമസിച്ചത്. അതിന്റെ മുകളിലാണ് ഈ ട്രൈബൽ ഏരിയയൊക്കെ വരുന്നത് കണ്ടോ. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ ഓഫ് റോഡില്ലേ, ജീപ്പ് ഓഫ് റോഡ് ട്രെക്കിങ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 കിലോമീറ്റർ എന്ന് പറഞ്ഞത് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ റോങ് ഇൻഫർമേഷൻ ആയിരുന്നു. നമ്മൾ ബുക്ക് ചെയ്തപ്പം അവിടെ പുതിയ സ്റ്റാഫ് ആയിരുന്നുകൊണ്ടാണ് 12 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടോ. ശരിക്കും അപ്പ് ആൻഡ് ഡൗൺ 4 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അല്ലടാ 4 കിലോമീറ്റർ അല്ലേ അപ്പ് ആൻഡ് ഡൗൺ?
രണ്ട് സൈഡും കൂടി 4 കിലോമീറ്റർ ഏകദേശം ഉള്ളൂ. പക്ഷേ ഉള്ളൂ എന്നല്ല, അത് ടെറിബിൾ വഴി കൂടെയാണ് വന്നത്. അത് ശരിക്കും നമുക്കത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയത്തുള്ളൂ അതിന്റെ ഒരു അഡ്വഞ്ചർ മൂഡില്ലേ. ആ അഡ്വഞ്ചർ മൂഡ് ശരിക്കും നമുക്ക് അറിയണമെങ്കിൽ, അത് ഒരു ഫീല് കിട്ടണമെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം, എന്നാലേ അറിയത്തുള്ളൂ കേട്ടോ. വരുന്ന വഴിക്ക് വണ്ടി ഇവിടെ നിർത്തിയിട്ടാ. ഇവിടെ നിർത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇന്നലെ നമ്മൾ പോകുന്ന വഴിക്ക് പറഞ്ഞിരുന്നില്ലേ, മറയൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ചന്ദനമരങ്ങൾക്ക് മാത്രമല്ല, ചന്ദനമര കാടിന് മാത്രമല്ല ഫേമസ്, മറയൂർ ശർക്കരയ്ക്കും കൂടി ഫേമസ് ആണ്. അപ്പോൾ ഇതേ മറയൂർ ജാഗരി മേക്കിംഗ് ലൈവ് വ്യൂ ആണ്, എൻട്രൻസ് ഫ്രീ ആണ്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. ഇതും കൂടി സൂം ചെയ്ത് കണ്ടോ, എൻട്രൻസ് ഫ്രീ ആണ് ഇട്ടാക്കുന്നത്. ഇവിടെ ഇന്നലെ നമ്മൾ പോകുന്ന വഴിക്ക് നല്ല തിരക്കാകേണ്ടത്, ഇവിടെയാണ് ലൈവായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ, മറയൂർ ശർക്കര. അപ്പം അവിടെ സെയിൽസും കിട്ടും. പിന്നെ അപ്പുറത്ത് കരിമ്പിൻ ജ്യൂസും ലൈവായിട്ട് അവർ ചെയ്തു തരുന്നുണ്ട്. അവിടെയും അത്ര വലിയ റേറ്റൊന്നുമില്ല, നിസ്സാര വിലയ്ക്ക് നമുക്ക് കരിമ്പിൻ ജ്യൂസൊക്കെ കിട്ടും കേട്ടോ. അപ്പം നമുക്ക് കരിമ്പിൻ ജ്യൂസും ട്രൈ ചെയ്യാം, ജാഗരിയും മേടിച്ചുകൊണ്ട് പോകാം. എന്തായാലും ഞങ്ങൾക്ക് സൗത്ത് ആഫ്രിക്കയ്ക്ക് പോകുമ്പോൾ ശർക്കര കൊണ്ടായാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ശർക്കരയും മേടിക്കണം, അപ്പോൾ കരിമ്പിൻ ജ്യൂസും നമുക്ക് ട്രൈ ചെയ്യാം. വാമിക്കുട്ടി നല്ല ഉറക്കമായി, അതുകൊണ്ട് വാമിക്കുട്ടീനെ വരുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു വാമിക്കുട്ടി വരുന്നുണ്ടെന്ന് ചോദിച്ചിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഇത് കണ്ടോ, മറയൂർ ജാഗരി ലൈവ് മേക്കിംഗ് ആണ് ഇവിടെ. അപ്പോൾ നമുക്കിത് കയറാം. ഈ റോഡിനോട് ചേർന്ന് തന്നെ ആണ് നമ്മുടെ അക്കോമഡേഷൻ പോകുന്ന വഴിയാട്ടോ ഇത്. തിരിച്ച് നമ്മൾ മറയൂർക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇവരുടെ മെഷീൻസ് വെച്ചിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മെഷീൻസ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ഇന്ന് ലൈവ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇവിടെ തിളയ്ക്കുന്നത് കാണാം നിങ്ങൾക്ക്. ഇവിടെ കരിമ്പിന്റെ ചണ്ടിയെല്ലാം അടിച്ചത് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ കരിമ്പ് ജ്യൂസി കിടന്നിട്ടാണ് ശർക്കര ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, തിളയ്ക്കുന്നതാണ്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വലിയൊരു ചെമ്പ് കണ്ടോ നിങ്ങൾ, ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിന്റെ ഉള്ളിലേക്ക് ഇവര് തീ കിടത്തി വിടുന്നത്. ഇതിൽ കൂടെയാണ് ഇവര് തീ കിടത്തി വിടുന്നത് കേട്ടോ. ഇതിന്റെ ഉള്ളിലാണ്. ഇത് വലിയൊരു അടുപ്പാണ്. ഈ അടുപ്പ് ഉണ്ടാക്കിയേക്കുന്നത് ഈ സൈഡ് കളിമണ്ണ് വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വലിയൊരു ചെമ്പിന്റെ പോലത്തെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ തീ ഇവർ കത്തിച്ചു വിടും. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഇളക്കി കട്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് എടുത്തിട്ടായിരിക്കും നമ്മുടെ ശർക്കര ഉണ്ടാക്കുന്നത്. പല വെറൈറ്റി ശർക്കരാസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ശർക്കര ഇത് കണ്ടോ, മസാല ശർക്കര, ചുക്ക് ശർക്കര, ചോക്ലേറ്റ് ശർക്കര, ശർക്കര പാനി, അത്രയും സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവർ കരിമ്പിൻ ജ്യൂസും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് മറയൂർ ശർക്കര. മറയൂർ ശർക്കര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഫേമസ് ആണ്, നമ്മുടെ നാട്ടിലെല്ലാം കിട്ടും. മറയൂർ ശർക്കര എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് കിട്ടുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ ചോദിച്ചു നോക്കാം എന്ത് ശർക്കരയാണ് ഇവിടെ അവൈലബിൾ, എന്നിട്ട് നമുക്ക് കുറച്ച് ശർക്കര മേടിക്കുകയും ചെയ്യാം കേട്ടോ. ചേച്ചി പറഞ്ഞേ 5 വെറൈറ്റി ശർക്കരാസ് ഉണ്ട്. ഏതൊക്കെ ചേച്ചി? ഇത് സാധാ ശർക്കരയുടെ പൊടി ശർക്കര. ഇത് സാധാ ശർക്കര അല്ലേ? ഓക്കെ, ഇത് സാധാ ശർക്കര കേട്ടോ. ചുക്ക് ശർക്കര, ചുക്ക്, ഇത് മസാല ശർക്കര, ഇത് മസാല ശർക്കര, നല്ല സ്പൈസാ. ഇത് ചോക്ലേറ്റ് ശർക്കര. ചോക്ലേറ്റ്, ഇതിൽ ചോക്ലേറ്റ് മിക്സ് ചെയ്യാം. കൊക്കോ പൗഡർ അല്ല, ഇത് ചോക്ലേറ്റ് ശർക്കര കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. അതും വെറൈറ്റി കേട്ടാ. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടപ്പെട്ടു, സാധാ ശർക്കര ഇഷ്ടപ്പെട്ടു. ഇതിന് എത്ര ചേച്ചി പ്രൈസ്? ഇത് സാധാ ഉണ്ട ശർക്കര 80 രൂപ ഒരെണ്ണത്തിന്. 1 കിലോന്. 1 കിലോ. ഓക്കെ, ഇത് 1 കിലോ 120. അതിന്റെ ഫസ്റ്റ് ക്വാളിറ്റിയോ പൊടിയല്ല വേണ്ട, ഇങ്ങനത്തെ ഉണ്ട ശർക്കര പൊടിയോ ഫസ്റ്റ് ക്വാളിറ്റി. കുറെ നാൾ നിൽക്കും, അരിക്കൊന്നും വേണ്ട, ഡയറക്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ ചുക്കും മേലൊക്കെ ഇട്ടത് 150, സ്പൈസ് എല്ലാം കൂടി ഇട്ടത് 200, ശർക്കര പാനി 150, ചോക്ലേറ്റ് ശർക്കര 200. ചോക്ലേറ്റ് ശർക്കര 200, 1 കിലോ അല്ലേ? ഓക്കെ ഓക്കെ, നമുക്ക് ഏതെടുക്കാം? സാധാ ശർക്കര. ചുക്കിട്ടത് വേണോ? ഓക്കെ, നമുക്കപ്പം എന്താ ശർക്കര വേണ്ടതെന്നുള്ളത് അവർ പറഞ്ഞത് നമുക്ക് ഒറിജിനൽ ശർക്കര വേണം, പിന്നെ ചുക്കിട്ടതും നോക്കാം. നമുക്ക് എന്തായാലും നോക്കിയിട്ട് എടുക്കാം കേട്ടോ. ചേച്ചിയുടെ അടുത്ത് പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഇറങ്ങി. ഞാൻ ഈ വീഡിയോ ഇടയ്ക്കിടയ്ക്കിട്ട് ഫോട്ടോ മോഡിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എടുത്തതെല്ലാം വീണ്ടും പോകുക, അപ്പം റീടേക്ക് എടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് ഞങ്ങൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയുടെ അടുത്ത് ഞങ്ങൾ ഫസ്റ്റ് ക്വാളിറ്റി ആയ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൊടിയില്ലേ, ആ പൊടി വെച്ച് വെച്ചാൽ ഫസ്റ്റ് ക്വാളിറ്റി ശർക്കര വരുന്നത്. അപ്പോൾ ഒറിജിനൽ ഫ്ലേവർ ശർക്കര 2 കിലോ പറഞ്ഞിട്ടുണ്ട്, സെപ്പറേറ്റ് പാക്കറ്റ് ആയിട്ട്. കാരണം ഞങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനും കൂടി ആയിട്ട്.
ആ പൊടിയാണെങ്കിൽ ഒത്തിരി ലാസ്റ്റ് ചെയ്യും. കാരണം അരമണിക്കൂറും കൂടി കൂടുതലിട്ടിട്ട് ഡ്രൈ ആക്കി വെള്ളം വറ്റിച്ചെടുക്കുന്നതാണ്. മറ്റേ ബോൾ പോലത്തെ സാധനമില്ലേ, അത് 2 മാസത്തിനുള്ളിൽ നിങ്ങൾ യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ പൂപ്പൽ പിടിക്കുന്നതാണ് ആ ചേച്ചി പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ക്വാളിറ്റി ആയ പൊടിയാണ് എടുത്തത്, ശർക്കരപ്പൊടി. പിന്നെ 1 കിലോ ചുക്കിൻ്റെ ശർക്കര പൊടി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കുമ്പം എടുക്കാം. ചോക്ലേറ്റിൻ്റെ ശർക്കര എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷേ അത് എടുക്കുന്നില്ല. കാരണം അത് എന്ത് ചെയ്യാൻ വേണ്ടിയാണ്, ഒത്തിരി ശർക്കര എടുത്തിട്ട് പോയിട്ട് എന്ത് ചെയ്യാനാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ. അപ്പം ചേച്ചിയുടെ അടുത്ത് പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പാക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഇപ്പുറത്തുനിന്ന് കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഇതേ കരിമ്പിൻ്റെ ചണ്ടി ഇരിക്കുന്നുണ്ടോ, നിറച്ച് കരിമ്പിൻ്റെ ചണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾ കരിമ്പിൻ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്, 6 കരിമ്പിൻ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. വാമിക്കുട്ടിക്കും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചേച്ചി കരിമ്പിൻ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ഫ്രഷ് കരിമ്പിൻ ജ്യൂസാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കരിമ്പിൻ ജ്യൂസും എന്തായാലും ട്രൈ ചെയ്യണം. നല്ല ഒറിജിനൽ കരിമ്പിൻ ജ്യൂസ് നമുക്ക് ട്രൈ ചെയ്തിട്ട് പോകാം. ഇതുണ്ടോ, നല്ല ഫ്രഷ് കരിമ്പിൻ ജ്യൂസ്, നല്ല തണുപ്പുണ്ട്, നല്ല കിടിലൻ മധുരമായിരിക്കും. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും ഇതിന് മധുരത്തിൻ്റെ ആവശ്യമില്ലല്ലോ, നല്ല ഒറിജിനൽ മധുരമാണ് ശർക്കര നമ്മുടെ കരിമ്പിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. ശർക്കരയൊക്കെ എടുത്ത് നമ്മളിത് തിരിച്ച് വണ്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വണ്ടിയിൽ പോയിട്ട് വേണം, ഇപ്പം തന്നെ ഓൾറെഡി ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്താ പരിപാടി എന്നുള്ളത് വഴിയെ നോക്കണം. എവിടേക്കാണ് പോകുന്നത്, എന്താണ് സംഭവം എന്നുള്ളത്. കാരണം നേരം വൈകാതെ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും വീട്ടിലെത്താൻ വേണം. നമ്മളെ ഇന്നലെ മിസ്സായ ആ വെള്ളച്ചാട്ടമില്ലേ, ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിട്ടോ. അപ്പം ആ വെള്ളച്ചാട്ടത്തിൻ്റെ അതിൽ കൂടെ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് വരുന്നത് എങ്ങനെയാണെന്ന് കാണാം. നോക്കട്ടെ. അപ്പോൾ ഇതാണ് ആ വെള്ളച്ചാട്ടം. നോക്കി, നല്ല തുള്ളികളായിട്ടല്ലേ വീഴുന്നത്. ഇതുണ്ടോ, എന്ത് ഭംഗിയല്ലേ, വാവ്, വേറെ ലെവലല്ലേ. നമുക്ക് എന്നിട്ട് അവിടെ നിന്നേ പൊന്നിനോട് വണ്ടി എടുത്തിട്ട് വരാൻ പറയാം. പൊന്നിൻ്റെ അടുത്ത് വണ്ടി എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് ഒരു റീൽസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കുറവായതുകൊണ്ടേ നോക്കി, വണ്ടി വരുന്നുണ്ടോ, ആ ലുക്ക് കണ്ടോ. കുറച്ചും കൂടി വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായിരുന്നു കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. എന്തായാലും ഇത് വണ്ടി വരുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ വണ്ടി നിർത്തിയിട്ടേക്കുന്ന ആ സ്പോട്ടൊന്ന് നോക്കി, മഴത്തുള്ളികൾ പോലെ വീഴുന്ന വെള്ളച്ചാട്ടമാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. ഇരച്ചിപ്പാറ വാട്ടർഫോൾസ് എന്നാണ് പറയുന്നത്. നമ്മുടെ മറയൂർ കഴിഞ്ഞിട്ട് കാന്തല്ലൂർക്ക് പോകുമ്പോഴേക്കും കാണുന്നതാണ്. ഇത് കണ്ടോ, എന്ത് ഭംഗിയല്ലേ കാണാൻ. അപ്പൊ നമ്മളെ മറയൂര് എത്തിക്കഴിഞ്ഞപ്പോഴാണ് പ്ലാൻ മൊത്തം ചേഞ്ച് ചെയ്തു. കാരണം നമുക്ക് ടോപ്പ് സ്റ്റേഷൻ പോകണമെന്നായിരുന്നു, മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ പോകണമെന്നായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പൊ ഇന്നലെ കണ്ടു എന്ന് പറഞ്ഞില്ല അരുൺചേട്ടന്റെ ഫ്രണ്ട് രാഹുലേട്ടൻ. അപ്പൊ രാഹുലേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ രാഹുലേട്ടൻ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ ടോപ്പ് സ്റ്റേഷൻ പോകാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 മണിയെങ്കിലും ആകും ടോപ്പ് സ്റ്റേഷൻ എത്തുമ്പോൾ, പിന്നെ നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റത്തില്ലായിരിക്കും മിക്കതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്നുണ്ടെങ്കിൽ പിന്നെ ഇരവികുളം നാഷണൽ പാർക്കിൽ പോകാനും പ്ലാൻ ഉണ്ടായിരുന്നു. അതും ലേറ്റ് ആയി. ഇപ്പൊ നമ്മൾ ആ വഴിക്ക് പോയിട്ട് ഇനി അത് മാത്രം കവർ ചെയ്യാനായിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ വഴിക്ക് ഇവിടെ ഇറങ്ങി പൊക്കൂടെന്ന്. അതായത് ഇവിടെ നിന്ന് ചിന്നാറ് ഉടുമ്പൽപേട്ട് റൂട്ടിൽ കയറി കഴിഞ്ഞിട്ട് നേരെ പാലക്കാട് തൃശ്ശൂര് ആ റൂട്ടില് നേരെ പൊക്കൂടെന്ന്. അതായത് വന്ന വഴിയല്ല, നേരെ അപ്പുറത്തെ വഴി, അതായത് മല നേരെ അപ്പുറത്തെ വഴിക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ പോകുന്നു. ഇതിപ്പോ പോകുന്ന വഴി ഫുള്ള് നമ്മൾ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ നേരെ ഇറങ്ങുന്നത് ചിന്നാറിലേക്കാണ് ഇറങ്ങുന്നത്. അവിടെ ഒരു ഡാം ഉണ്ടെന്ന് പറഞ്ഞു. ഡാം നമുക്ക് പറ്റുവാണെങ്കിൽ കാണാം. എങ്ങനെയാണ് സിറ്റുവേഷൻ എന്ന് അറിയത്തില്ല. നമ്മളാരും ഫുഡൊന്നും കഴിച്ചിട്ടില്ല. പക്ഷെ ഫുഡ് നമുക്ക് ഇനി തമിഴ്നാട്ടിൽ നിന്ന് കഴിക്കാന്നാണ് പ്ലാൻ. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങിയപ്പോഴേക്കും ലേറ്റ് ആയിരുന്നല്ലോ. അപ്പൊ എല്ലാവരും വണ്ടിയിലുണ്ട്, എല്ലാവരും എൻജോയ് ചെയ്ത് എല്ലാവരും ടയേർഡായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അച്ഛനും മീരയും അമ്മയും ഒക്കെ ഇരിപ്പുണ്ട്. പൊന്നു തന്നെയാണ് വീണ്ടും വണ്ടി ഓടിക്കുന്നത്. കണ്ടോ, പോകുന്ന റൂട്ടില്ലേ നല്ല തണലുണ്ട്, മരങ്ങൾ 2 സൈഡിൽ നിന്നിട്ടേ. നമ്മൾ വന്നപ്പോ കണ്ട ഒരു ഫോറസ്റ്റ് അല്ല ഇത്. തിരിച്ചു പോകുമ്പോ കാണുന്നത് വേറൊരു ഫോറസ്റ്റ് ആണ്. വന്നപ്പോ കണ്ടത് വേറൊരു രീതിയായിരുന്നു. വന്നപ്പം നല്ല മഴയൊക്കെ പെയ്ത് അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് നിന്നെ. കുറെ വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ തിരിച്ചു പോകുന്ന വഴിക്ക് വേറെ രീതിയിലുള്ള ഒരു ഫോറസ്റ്റ് ആണ്. ഇത് നല്ല അടിപൊളിയാണ്. വലിയ തിരക്കൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്കിട്ട് ബൈക്കേഴ്സും കാറ് അങ്ങനെ ചെറിയ ട്രക്ക് അങ്ങനെയൊക്കെ പോകുന്നുള്ളൂ. അല്ലാതെ വലിയ തിരക്കില്ല. മൂന്നാർ റൂട്ടിലാണെങ്കിൽ നല്ല തിരക്കായിരുന്നു. നമ്മള് ടൂറിസ്റ്റുകളുടെ ഫുൾ തിരക്കുണ്ടായിരുന്നു. ഈ വഴിക്ക് വലിയ തിരക്കൊന്നും കാണുന്നില്ല കേട്ടോ. ഇനി ചിലപ്പം വീക്ക് ഡേയ്സ് ആയതുകൊണ്ടായിരിക്കാം, വീക്കെൻഡ് നേരെ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. ഇവിടെ ഞങ്ങളിത് വണ്ടി നിർത്തി, പൊന്നു വണ്ടി നിർത്തി ഒരു കിഡിലൻ വ്യൂ പോയിന്റ് കണ്ടപ്പോഴേ വണ്ടി നിർത്തിയിട്ടോ. വണ്ടി നിർത്തിയ ആ സ്ഥലം ഉണ്ടല്ലോ, നല്ല കിഡിലൻ വ്യൂ പോയിന്റ്. അവിടെ എവിടെ നോക്കിയാലും വാട്ടർഫോൾസ് ഉണ്ട് കേട്ടോ. അതൊരു പ്രത്യേകത തന്നെയാണ്. അതിന്റെ അവിടെ ഒരു സ്റ്റേ ഉണ്ട്, ഒരു ചെറിയൊരു ടെന്റ് പോലെ കാണാം. പിന്നെ നോക്കി ഈ വ്യൂ കണ്ടോ നിങ്ങള്, അവിടെ ചെറിയൊരു വഴിയാണ് കേട്ടോ. ഇത് നേരെ കൊക്കാട്ടോ. അത് ഇത്രയും താഴ്ചയല്ല നിൽക്കുന്നത്. അപ്പുറത്ത് നല്ല മലനിരകളും കാണാം, നല്ല പച്ചപ്പുണ്ട്, നല്ല തണലുണ്ട്, നല്ല തണുപ്പുണ്ട്. വണ്ടികളൊന്നും വരുന്നില്ല കേട്ടോ, വണ്ടികൾ അധികം വരുന്നില്ല. ഇവിടെ നോക്കി, ഇത് കണ്ടോ,
നല്ല പാറക്കല്ലുകളും നല്ല അടിപൊളി റോഡാണ്. ഇത് തമിഴ്നാട്ടിലേക്ക് ഇറങ്ങുവാണ് നമ്മൾ. കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ചെക്ക് പോസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ചിലപ്പം നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റുമെന്നും പറഞ്ഞു. കാട്ടുപോത്ത്, ആന, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കേട്ടോ. ഇതാണ് ആ വ്യൂ പോയിന്റ്. കണ്ടോ, അടിപൊളി വ്യൂ പോയിന്റ് അല്ലേ. ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ ഇതേപോലെ ചെറുതായിട്ട് കയറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ. വണ്ടി നിർത്തിയിട്ട് നമുക്ക് വ്യൂ കാണണമെങ്കിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കയറട്ടെ, നമുക്ക് ചലിച്ചേക്കാം ഇവിടുന്ന് ചിന്നാർ വൈൽഡ് സാങ്ച്വറി എൻട്രൻസ് കേട്ടോ. എൻട്രൻസ് അല്ല, ഇവിടുന്ന് തൊട്ടാണ് തുടങ്ങുന്നതെന്ന് തോന്നുന്നു. അപ്പം അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആന പാസ് ചെയ്യുന്ന സോണുകളുണ്ട് മിക്കയിടത്തും. പിന്നെ വൈൽഡ് അനിമലും ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. ആ ഫോറസ്റ്റ് ഒക്കെ ഇറങ്ങി കഴിഞ്ഞ് വന്നപ്പോഴേ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് വന്നു. ഇത് കേരള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ്. ഇവിടം വരെ നമ്മുടെ കേരള അതിർത്തി ആട്ടോ, ബോർഡറാണ്. അത് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ടേക്ക് കിടക്കുന്നത് നേരെ തമിഴ്നാട്ടിലേക്കാണ്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് അവര് നമുക്ക് ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്. ഇവിടെ വേറെ ഒന്നുമില്ല, നമ്മൾ ചുമ്മാ നമ്മുടെ വണ്ടിയുടെ നമ്പർ എഴുതി കൊടുത്താൽ മതി. വേറെ ഡീറ്റെയിൽസ് ഒന്നും എഴുതി കൊടുക്കണ്ട, വണ്ടിയുടെ നമ്പർ മാത്രം എഴുതി കൊടുത്താൽ മതി. അപ്പം ഇനി ഇങ്ങോട്ട് നേരെ തമിഴ്നാട്ടിലേക്ക് കിടന്നു കേട്ടോ. ഉടുമ്പൽപേട്ട് 29 കിലോമീറ്റർ ആട്ടോ എഴുതി വെച്ചേക്കുന്നത്. സാറിന്റെ പേരെന്തായിരുന്നു? ഓക്കെ ശരി സാറേ. ഓക്കെ, അപ്പം നമ്മള് കേരളയുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇനി ഇപ്പം നേരെ തമിഴ്നാട്ടിന്റെ ഇതിലേക്ക് കിടന്നു കേട്ടോ. അപ്പൊ ഇനി നേരെ തമിഴ്നാട്ട് ഉടുമ്പൽപേട്ടിലേക്ക് 29 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. ഇവിടെ നല്ല അടിപൊളി പാലം കിടന്നിട്ടാ പോകുന്നത് കേട്ടോ. നല്ല അടിപൊളി സാർമാരായിരുന്നു, നല്ല അടിപൊളി സർവീസ് ആയിരുന്നു കേട്ടോ. അപ്പം നേരെ തമിഴ്നാട്ടിലേക്ക് ഇനി കിടന്നു. ഇനി അവിടെ ചെക്ക് പോസ്റ്റ്, ഇനി അവിടെ ചെക്കിംഗ് ഉണ്ടോ? അവിടെ ഇല്ലേ? ഓക്കെ, ഇനി ചെക്കിങ് ഉണ്ടാകാൻ വഴിയില്ലാന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഇനി ചുമ്മാ ചെക്ക് പോസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ഓപ്പൺ ചെയ്ത് തരുമായിരിക്കും. നമ്മുടെ വണ്ടി അവർ ചെക്ക് ചെയ്തില്ല. സാധാരണ അവിടെ വണ്ടി നിർത്തിയിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. വണ്ടി ചെക്ക് ചെയ്തു പുള്ളി, ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് ചെക്ക് ചെയ്തു. പിന്നെ അമ്മയ്ക്ക് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു, അമ്മയുടെ കാല് വയ്യാതിരിക്കുന്നതുകൊണ്ട്. അപ്പം അങ്ങനെ അപ്പൊ അണ്ണാമലൈ ടൈഗർ റിസർവ് കേട്ടോ. അണ്ണാമലൈ ടൈഗർ റിസർവിലേക്ക് ഉള്ളിലേക്ക് നമ്മള് എൻട്രൻസ്. അണ്ണാമല അല്ല കേട്ടോ, ആനമലൈ ടൈഗർ റിസർവ് കേട്ടോ. സോറി, മാറിപ്പോയതാ. ഞാൻ അണ്ണാമലൈ എന്ന് പറഞ്ഞത്, പക്ഷെ ആനമലൈ ടൈഗർ റിസർവ്. അപ്പം ഇവിടെ തമിഴ്നാടിന്റെ ചെക്ക് പോസ്റ്റ്. ഇവിടെ നമ്മൾ വണ്ടി ജസ്റ്റ് സൈഡ് ആക്കിയിട്ടുണ്ട്. അപ്പം ഡീറ്റെയിൽസ് എല്ലാം എഴുതി കൊടുക്കാൻ വേണ്ടി പൊന്നു പോയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ഫ്രീ ആയിട്ട് എടുക്കാണ്. നമ്മള് ആനമലൈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ ഉടുമ്പൽപേട്ട് പോകുന്ന റൂട്ടിലേക്ക് കിടന്നു കേട്ടോ. അവിടെ നിന്ന് നമുക്ക് തിരിഞ്ഞു പോകണം. എന്തായാലും ആ റൂട്ടിലാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിൽ ഫോറസ്റ്റ് തന്നെയാണ്. എലിഫന്റ് സോൺ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഒരു 50 രൂപ ചാർജ് അവർ മേടിച്ചു കേട്ടോ. 50 രൂപയുടെ ചാർജ് അവര് റിസിപ്റ്റ് തന്നിട്ടുണ്ട്. നമ്മളവിടെ പോയിട്ട് വണ്ടിയുടെ ഡീറ്റെയിൽസ് എഴുതി കൊടുക്കണം. എവിടേക്കാണ് പോണെന്ന് ചോദിക്കും. അത് നമ്മളിങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് ആ ബില്ലും മേടിച്ച് നമ്മൾ ഇറങ്ങി. അപ്പൊ ഇനിയിപ്പം പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാഴ്ച ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. നല്ല വിശപ്പുണ്ട്. അപ്പൊ അവിടേക്ക് നോക്കി ആ സൈഡില് കോട വന്ന് നിൽക്കുന്നുണ്ട്. എന്ത് ഭംഗിയല്ലേ കാണാൻ. ശരിക്കും സൂര്യനെ ഇങ്ങോട്ടേക്ക് കിടത്തി വിടാത്ത അത്ര ഹൈറ്റിലാണ് മലകൾ നിൽക്കുന്നത്. അതിന്റെ മുകളിലാണെങ്കിൽ നല്ല മേഘങ്ങളും കാർമേഘങ്ങളും കിട്ടാ. തമിഴ്നാട് കിടന്നതേ പ്രത്യേകത എന്താന്ന് കണ്ടില്ലേ? നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നമ്മുടെ കാടുകളെല്ലാം ഒരു കുറ്റിക്കാട് മോഡലായി. അതായത് വലിയ വലിയ മരങ്ങളൊന്നും അല്ലായിരുന്നു. നമ്മുടെ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്തൊക്കെ നല്ല വലിയ മരങ്ങളായിരുന്നു. അല്ലെങ്കിൽ ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇന്നലത്തെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിലൊക്കെ വലിയ വലിയ മരങ്ങളായിരുന്നു കണ്ടത്. ഇപ്പൊ ഇവിടേക്ക് നോക്കി കണ്ടോ, രണ്ട് സൈഡിലും കുറ്റിക്കാടുകൾ പോലത്തെ മരങ്ങളാണ്. ചെറിയൊരു ഹൈറ്റ് ഉണ്ട്. നമ്മുടെ സൗത്ത് ആഫ്രിക്കയിൽ കാണുന്ന പോലെ അല്ല, അവിടുത്തെ തീരെ ചെറുതാണ്. പക്ഷെ ഇത് ഒരു ചെറിയൊരു ഹൈറ്റും കൂടി ഉണ്ട്. പക്ഷെ വലിയ വൻ മരങ്ങളുള്ള കാടല്ല, എന്നാ കാടാണ് എന്നൊരു രീതി. ഇവിടെ ഒരു ചെറിയൊരു ബ്രിഡ്ജ് വന്നു. ഈ ഇവിടെ ചെറിയ രീതിയിൽ നല്ല ഒരു തടാകമാണ്. തടാകം കണ്ടോ, സൈഡിലാണെങ്കിൽ കുരങ്ങ് നിൽക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ കുരങ്ങ നിൽക്കാം. അപ്പം വാമിക്ക് വേണ്ടി ഞങ്ങൾ വണ്ടി ഒന്ന് ചെറുതായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വരുന്ന വഴിക്ക് അപ്പുറത്തെ, അതായത് പുറകിൽ ക്യാമറ എടുക്കാൻ പറ്റിയില്ല, അപ്പുറത്തെ സൈഡിലായിരുന്നു 3 കാട്ടുപന്നി, പിന്നെ 3 മയില് എല്ലാം നിൽക്കുന്നുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, അടിപൊളി കാഴ്ചയായിരുന്നു. പിന്നെ പെട്ടെന്ന് വണ്ടി ബാക്കിലുണ്ടായിരുന്നു, അതുകൊണ്ട് നിർത്താനും പറ്റിയില്ല കേട്ടോ. ഇത് നല്ലൊരു കാഴ്ച കേട്ടോ, നല്ല കാഴ്ചയാണ്. അപ്പൊ ഒരു കുരങ്ങൻ ഇവിടെ വന്നിരുന്നു കേട്ടോ. വാമിക്ക് കാണാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ നിർത്തി. ഇത് കണ്ടോ, ഇത് തുറന്നു കഴിഞ്ഞിട്ട് ഇതിൽ വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് സാധനം ചിലപ്പോൾ വണ്ടിയുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് കയറാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മളെ ആക്രമിക്കാനും ചാൻസ് ഉണ്ട്. ഭയങ്കര ഡേഞ്ചറാണ് ശരിക്കും നമ്മളിത് തുറന്നിട്ട് എന്തെങ്കിലും കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് പോവാന്ന് വിചാരിച്ചു. വീണ്ടും വന്നു. കണ്ടോ, വീണ്ടും വന്നു. വാമിയാണെങ്കിൽ ബേബി ബേബി എന്നും പറഞ്ഞോണ്ടിരിക്കും കേട്ടോ. കണ്ടോ, മാമിക്കുട്ടി സൈഡിൽ നിന്ന് നോക്കുക, അമ്മേ എന്നും പറഞ്ഞിട്ട് കാണിച്ചോണ്ടിരിക്കുവോ മാമി. നല്ലതല്ലേ? കൊറേ ഉണ്ട് കേട്ടോ. അതേ ബേബി കുരങ്ങന്മാരുണ്ട് കണ്ടോ.
ഇത് വീണ്ടും അതിന്റെ മോളിൽ നിന്ന് വരുന്നു. ഇതുണ്ടോ ഈ വ്യൂ നോക്കിയാൽ ചെറിയൊരു തടാകം, അതിന്റെ നടുക്ക് തന്നെ ഒരു പാലമുണ്ട്, ഇപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ. അപ്പം അത് പാസ് ചെയ്തിട്ട് നമ്മൾ പോകുന്നത് നിറച്ച് കുരങ്ങന്മാരായിരുന്നു. കുരങ്ങന്മാരായതുകൊണ്ട് മാത്രമാണ് നമ്മൾ നിർത്തിയത്. അധികം നേരം ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ കുറെ കുരങ്ങന്മാർ കൂടും. പിന്നെ നമ്മൾ അധികം സാധനങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ഡേഞ്ചറാണ്. പിന്നീട് വരുന്നവർക്ക് ചിലപ്പം ആക്രമിക്കാനും ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ അധിക സമയം നിന്നില്ല, നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കണ്ടോ, നമ്മള് ആനമലൈ ടൈഗർ റിസർവ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങി ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു പുറകില്. ആ ചെക്ക് പോസ്റ്റും തുറന്നു കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇറങ്ങി നേരെ അത് ഇവിടെ രണ്ട് സൈഡിലും കടകളൊക്കെ കാണാം, ഹോട്ടലുകൾ, ചെറിയ രീതിയിൽ ഹോട്ടലുകൾ. അപ്പൊ നമ്മള് ഇപ്പം ഫോറസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇപ്പം നാട്ടും പ്രദേശത്തിലേക്ക് കിടന്നു കേട്ടോ. ഇനി നേരെ നമ്മള് ഉടുമ്പൽപേട്ട റൂട്ടിലേക്ക് കിടന്നിട്ട് അവിടുന്ന് നേരെ പാലക്കാട് തൃശ്ശൂര് റൂട്ടിൽ പോകും. അങ്ങനെയാണ് നമ്മൾ ഇനി പോകാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം ഇപ്പുറത്തെ സൈഡിൽ നോക്കിയാൽ നല്ല തെങ്ങിൻ ഫാമാണ്, അതായത് കോക്കനട്ട് ഫാം. ഫാമില് പാപ്പാന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുവാണ്. അപ്പൊ ഈ രണ്ട് സൈഡിലെ പുളിമരങ്ങള് നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കാഴ്ചയല്ലേ. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ മാവിന്റെ കൃഷി കേട്ടോ, മാവും തോട്ടങ്ങളാണ്. ഇപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെങ്ങും ഇപ്പുറത്ത് മാവും, നേരെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്ന റോഡും. ഞങ്ങളിത് തമിഴ്നാട് കഴിഞ്ഞിട്ടില്ല, തമിഴ്നാട്ടിൽ നിന്ന് പാലക്കാട്ടിലേക്ക് കയറാൻ പോകുന്ന വഴിക്ക് എവിടെയോ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ടുണ്ട്. അന്നഭവം എന്ന് പറഞ്ഞ പ്യൂർ വെജ് റെസ്റ്റോറൻറ്റും ഇവിടെ നോൺ വെജും ഉണ്ട്. നല്ല വിശപ്പ്, ടൈം ഇപ്പം 4 മണി ആകാറായിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് റെസ്റ്റോറൻ്റ് ഒന്നും കിട്ടിയില്ലായിരുന്നു. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്തിയാലോ. ഞങ്ങൾ ഫുഡ് കഴിക്കുന്നൊന്നും കാണിക്കുന്നില്ല, നേരെ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകുക, കാരണം ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ആകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വീഡിയോ എത്തും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇനി ലെങ്ത് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കില്ല, അതുകൊണ്ട് ബോറിംഗ് ആകും. അപ്പം നമുക്ക് ഇത് ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. നമ്മുടെ വീഡിയോ എന്തായാലും നിങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കണം. 1 Life Live with 007.